രാജ്ഭവനിൽ ഇന്നലെ നടന്ന പരിപാടിയിൽ കുട്ടികളോട് ഭാരതാംബയെ പൂജിക്കണമെന്ന് പറയുന്ന ഗവർണറുടെ പ്രസംഗം പിൻവലിക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഗവർണറുടേത് ഭരണഘടനാ വിരുദ്ധമായ പ്രസംഗമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രിയുടെ ഈ ആവശ്യം. ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ വിദ്യാർത്ഥികളുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തും. ഈ വർഷം 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 2ാം വാള്യത്തിൽ ഇത് ഉൾപ്പെടുത്തും. 11, 12 ക്ലാസ്സുകളിലേക്കുള്ള പാഠപുസ്തകങ്ങൾ പുതുക്കുമ്പോഴും ഇത് ഉൾപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. കുട്ടികളോട് ഭാരതാംബെ നിങ്ങൾ പൂജിക്കണം, സ്മരിക്കണം, ഓർമ്മിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗം പിൻവലിക്കേണ്ടതാണ്. അത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രസംഗമാണ്. അദ്ദേഹം അത് പിൻവലിക്കുക തന്നെ വേണം. അല്ല, ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഗവർണറുടെ അധികാരങ്ങളെല്ലാം കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടോ തോന്നി. അതുകൊണ്ട് ഉൾപ്പെടുത്തേണ്ടതാണ്. കാരണം ഭരണഘടനയുടെ ഭാഗമാണല്ലോ അതെല്ലാം വരുന്നത്. പാഠപുസ്തകം എന്ന് പറയുമ്പോൾ 1 മുതൽ കുട്ടികളാണല്ലോ പഠിക്കുന്നത്. കുട്ടികൾ തെറ്റായി പഠിച്ചു പോകാൻ വേണ്ടി പാടില്ലല്ലോ, ശരിയായി തന്നെ പഠിച്ചു പോകണമല്ലോ. കുട്ടികൾക്കൊരു സംശയം ഉണ്ടാകാൻ വേണ്ടി പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുട്ടികളെ പഠിപ്പിക്കാം, പഠിപ്പിച്ച് പരീക്ഷയിൽ എഴുതിപ്പിക്കാം.